എസ് എൽ പുരത്തിൻ്റെ തിരക്കഥയിൽ ശശികുമാർ സംവിധാനം ചെയ്ത സിനിമയാണ് ബ്രഹ്മചാരി. ഇതിലെ ഗാനവിഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത് ദക്ഷിണാമൂർത്തിയും വയലാറുമാണ്. ആ ഗാനശ്രേണിയിലെ ഒരു പ്രധാനപ്പെട്ട ഗാനമാണ് ചിത്രശിലാപാളികൾ. ചിത്രശിലാപാളികൾ എന്ന ഗാനം ആഭേരി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ടുകൾ എടുത്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ സംഗീതത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ തമ്മിൽ പറയുമ്പോൾ പൊതുവെ പറയാറുള്ളൊരു കാര്യമുണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ടുകൾ 4 വരി നമുക്ക് പാടാൻ പറ്റാത്ത പാട്ടുകളുണ്ട്, 3 വരി പാടാൻ പറ്റാത്ത പാട്ടുകളുണ്ട്, 2 വരി പോലും നമുക്ക് പാടാൻ പറ്റാത്ത പാട്ടുകളുണ്ട്, ചില പാട്ടുകൾ 1 വരി പോലും നമുക്ക് തൊടാൻ പറ്റില്ല. അത്രയും അതിൽ സംഗീതം നിറച്ചാണ് അദ്ദേഹം ഓരോ പാട്ടുകളും നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ രാഗം, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രാഗത്തിൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒരു പാട്ടുണ്ടെങ്കിൽ നമുക്കൊരു കീർത്തനം പഠിക്കുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പഠിച്ചു കഴിഞ്ഞാൽ രാഗഭാവം പൂർണ്ണമായിട്ട് അതിലുണ്ടാവും. ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം എന്ന് പറഞ്ഞ പാട്ട് പലപ്പോഴും ഈ പറഞ്ഞ ഗണത്തിൽപ്പെടുന്ന പാട്ടുകളിൽ ഞാൻ അവസാനം പറഞ്ഞതായിട്ട് വരും. ആദ്യത്തെ വരി പോലും നമുക്ക് പാടാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ചിത്രശിലാപാളികൾ, പാളി, ഇത്രയും ഗമകങ്ങളുണ്ടെങ്കിൽ ഒരു വരി നമുക്ക് പാടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പോലും നമ്മൾ വളരെയധികം ശ്രമിക്കേണ്ടി വരും. അപ്പോൾ അത്രയും ശ്രമകരമായൊരു പാട്ട് വളരെ അനായാസമായിട്ടാണ് ദാസാർ പാടിയിരിക്കുന്നത്. ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു, ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു, അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു. ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. സംവിധായകനായ ശശികുമാറിൻ്റെ ശാസ്ത്രബോധവും ശാസ്ത്രചിന്തകളും പ്രതിഫലിക്കുന്ന ഒരു സിനിമയാണ് അന്വേഷണം. ഈ സിനിമയിൽ അർജുനൻ തമ്പി കൂട്ടുകെട്ടിൽ പിറന്ന ഒരുപിടി നല്ല ഗാനങ്ങളുണ്ട്. അതിൽ പി സുശീല പാടിയ ചന്ദ്രരശ്മിതൻ എന്ന് തുടങ്ങുന്ന ഗാനം പലതുകൊണ്ടും ശ്രദ്ധയാകർഷിക്കുന്നു. സുശീലാമ്മ എന്നുള്ള ഗായികയെ എല്ലാവരും, ഇൻഡസ്ട്രികളിൽ എല്ലാവരും, പ്രത്യേകിച്ചും ദാസേട്ടനെ പോലെയുള്ളവരും ജയചന്ദ്രൻ ചേട്ടനെ പോലെയുള്ള എല്ലാവരും ഒരു സരസ്വതി ദേവിയായിട്ടാണ് ശരിക്കും കാണുന്നത്. കാരണം സംഗീതത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത് സുശീലാമ്മയായിട്ടാണ് നമ്മളെല്ലാവരും കരുതുന്നത്. അങ്ങനെയുള്ള സുശീലാമ്മ അർജുന മാസ്റ്റർക്ക് വേണ്ടി കോമ്പിനേഷനിൽ വന്നപ്പോൾ എല്ലാം തന്നെ മനോഹരമായ ഗാനങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ചന്ദ്രരശ്മി എന്നുള്ള ഗാനം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അതിമനോഹരമായൊരു ഗാനം തന്നെയാണ്. പത്മവ്യൂഹം എന്ന സിനിമയിൽ 7 ഗാനങ്ങളുണ്ട്. ഈ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അർജുനൻ മാസ്റ്ററും ശ്രീകുമാരൻ തമ്പിയും ചേർന്നാണ്. ഈ ഗാനങ്ങളുടെ സൃഷ്ടിയിൽ അർജുനൻ മാസ്റ്റർ സാക്ഷാൽ അർജുനനായി മാറുന്നു. അദ്ദേഹത്തിൻ്റെ വില്ലാളി വീരത്വം മുഴുവനും വെളിപ്പെടുത്തുന്ന തരത്തിലാണ് അതിൻ്റെ ഗാനങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഗാനമാണ് കുയിലിൻ്റെ മണിനാദം കേട്ടു എന്ന് തുടങ്ങുന്നത്. കുയിലിൻ്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു, കുറുമൊഴി മുല്ല പൂങ്കാറ്റിൽ 2 കുവലയപ്പൂക്കൾ വിടർന്നു. അതിനകത്ത് ആ മനോഹരമായ ഈ പാട്ടിൽ കുതിരക്കുളമ്പടി എന്നുള്ള വാക്ക് ചേരുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുമെങ്കിലും ഒരിക്കലും അങ്ങനെയല്ല, അത് വേണം എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കുയിലിൻ്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു, കുയിലിൻ്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു,
മണിനാദം കേട്ടു, കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു, കുറുമൊഴി മുല്ല പൂങ്കാറ്റിൽ രണ്ടു കുവലയ പൂക്കൾ വിടർന്നു, കുയിലിൻ്റെ മണിനാദം കേട്ടു. തെക്കൻ കാറ്റ് എന്ന സിനിമയിൽ ശശികുമാർ പഴയ കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുന്നു, താൽക്കാലികമായിട്ടെങ്കിലും. ഈ സിനിമയിലെ നായകൻ മധുവാണ്. തിരക്കഥ തോപ്പിൽ ഭാസി, ഗാനവിഭാഗം A.T. ഉമ്മറും P. ഭാസ്കരനും. ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഗാനമാണ് പ്രിയമുള്ളവളെ. ഗസലിൻ്റെ മാധുര്യം പകർന്നു തരുന്ന ഒരു ഗാനമാണ് പ്രിയമുള്ളവളെ. ഇത് പാടിയിരിക്കുന്നത് ബ്രഹ്മാനന്ദനാണ്. എവിടെയൊക്കെ എന്നെ ബ്രഹ്മാനന്ദൻ്റെ മകനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അവിടെയൊക്കെ എന്നോട് പാടാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പാട്ട് പ്രിയമുള്ളവളെ എന്നുള്ള ഗാനമാണ്. ഒരുപക്ഷെ മലയാള സിനിമയുടെ വസന്തകാലത്തുണ്ടായ ത്രിമൂർത്തികളായ ഗായകർ, ഇവരിൽ ബ്രഹ്മാനന്ദൻ എന്ന ഗായകനെ പ്ലേസ് ചെയ്തിട്ടുള്ള വളരെ അപൂർവം ചില പാട്ടുകളിൽ ഒരു പാട്ടാണ് പ്രിയമുള്ളവർ. പ്രിയമുള്ളവളെ, പ്രിയമുള്ളവളെ, നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. പ്രിയമുള്ളവളെ, നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. പ്രിയമുള്ള